അയ്യോ, ആ കൊച്ചിനെ വെറുതെ വിട്. അത് അതിൻ്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടി പണിയെടുക്കുന്നതാ. അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. അതിനെ വെറുതെ വിട്, അയാൾ കെഞ്ചി. അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ആള് ചില്ലറക്കാരിയല്ല. അവളെ ഒന്ന് പരിശോധിക്കണം. അയാൾ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. എൻ്റെ കുഞ്ഞെ, എവർ പറയുമ്പടി നിനക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് എടുത്തു കൊടുത്തേക്ക്. ദാമോദരൻ ചേട്ടൻ ആവണിക്ക് മുൻപിൽ വന്ന് പറഞ്ഞു. ആൾക്കാർ 3 നിന്നും 10ഓളമായി. ആവണി എന്തു ചെയ്യണമെന്നറിയാതെ ഉഴറി. എങ്ങനെ പരിശോധിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്? താനല്ലാതെ ഈ കടയിൽ മറ്റൊരു സ്ത്രീയില്ല, എല്ലാം പുരുഷന്മാർ. ആവണിയുടെ കണ്ണിൽ നിന്നും തീജ്വാലകൾ ഉയർന്നു. ഓരോരുത്തരും തന്നരികിലേക്ക് വരികയാണ്. ഇവളെ പരിശോധിക്കണം. തറപ്പിച്ചു പറയുന്ന പലരുടെയും നിശ്വാസങ്ങൾ തൻ്റെ ശരീരത്തേൽക്കുന്നതായി ആവണിക്ക് തോന്നി. ആശാൻ പഠിപ്പിച്ചു തന്ന ഓരോ അടവുകളും തൻ്റെ മനസ്സിലേക്ക് വരികയാണ്. തനിക്കിവിടെ പിടിച്ചു നിന്നേ മതിയാവും. പക്ഷേ എങ്ങനെ? അവൾ ദാമോദരൻ ചേട്ടനോട് തൻ്റെ നിരപരാധിത്വം പറഞ്ഞു. എനിക്ക് ഒന്നുമേ தெரியாது, ഞാനത് പാത്തതേയില്ല. ദാമോദരൻ ചേട്ടന് സങ്കടമായി. എല്ലാവരും ഒന്ന് പോയി, അയാൾ കെഞ്ചി. ഞാനിവളെ പരിശോധിക്കാം. ആരുടെയോ ശബ്ദം. ആവണി ഞെട്ടി. ഇവന്മാർ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അയ്യോ, അത് വേണ്ട, ഉപദ്രവിക്കരുത് ആ കൊച്ചിനെ, നിങ്ങൾക്ക് പുണ്യം കിട്ടും. ദാമോദരൻ ചേട്ടൻ കേണു. ആവണിയുടെ കണ്ണിൽ പൊന്നീച്ച പാറി. തനിക്ക് അപമാനം വരുത്തുകയാണ് ഇവന്മാരുടെ ലക്ഷ്യമെന്ന് അവൾക്ക് മനസ്സിലായി. ആവണി 2 ചുവടുകൾ പിന്നിലേക്ക് വെച്ച് നിലം തൊട്ട് നെറ്റിമേൽ വെച്ചു. ഒന്ന് ഉയർന്നു പൊങ്ങി. തൻ്റെ ശരീരത്ത് കൈവയ്ക്കണമെന്ന് വിളിച്ചു പറഞ്ഞ ആളുടെ കരണത്തു തന്നെ ഒന്ന് പുകച്ചു. ഒന്നല്ല, പലതവണ. അത്രയും പ്രതീക്ഷിക്കാത്ത ആളുകളെല്ലാം ചിതറി അങ്ങിങ്ങായി മാറി. പൊറുക്കി നായെ, എന്മേലെ കൈവച്ച നാ ഉന്നെ സുട്ടിടുവേ. ആവണി ഉറഞ്ഞു തുള്ളുകയാണ്. ദാമോദരൻ ചേട്ടൻ്റെ മിഴികൾ അത്ഭുതത്താൽ തള്ളിപ്പോയി.